എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മൂന്നാം സെമസ്റ്ററിലുള്ള അനലോഗ് ഡിവൈസസ് സർക്യൂട്ട്സ് എന്നൊരു തിയറി പേപ്പർ ഉണ്ട് ഇലക്ട്രോണിക്സായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിവിടെ വിശദമായിട്ട് ആണ് പോണില്ല. നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കാനും റെഫർ ചെയ്യാനും പാകത്തിന് ഏകദേശം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഇതിനകത്തുള്ള മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കിൽ നമ്മൾ ബൈനറി സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, കവർ ചെയ്യണത്. അപ്പോൾ മൊഡ്യൂൾ 3യിലുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ് ബൈനറി അഡീഷൻ കേട്ടോ. ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ ബൈനറി അഡീഷനകത്ത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ ബൈനറി അഡീഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ചെറിയ നിയമാവലി ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 0 + 0 0 0 + 1 1 1 + 0 1 1 + 1 എന്നുള്ളത് സമ്മ് എന്നുള്ളത് 1 ആയിരിക്കും. ക്യാരി എന്ന് പറഞ്ഞൊരു സംഭവം വരും, നമ്മൾ സിസ്റ്റം എന്നൊക്കെ പറയും, അത് 1 ആയിരിക്കും. പിന്നെ വേറൊരു കണ്ടീഷൻ വരും, അത് നമ്മൾ ഈ നിയമാവലിക്ക് ഇല്ലെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നമുക്ക് ആവശ്യം വരും. 1 + 1 + 1 = സമ്മും 1 ക്യാരിയും 1, അങ്ങനെ ആ രീതിയിൽ ഒരു സംഭവം വരും. അപ്പോൾ ഈ 1 + 1 പറയുമ്പോൾ ഇവിടെ സമ്മ് 0യും ക്യാരി 1 ആണ് വരിക. നമ്മൾ നേരത്തെ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് നിയമം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബൈനറി അഡീഷൻ എന്നുള്ള പരിപാടി നമ്മൾ ചെയ്യുക. അപ്പോൾ 0 + 0 0 കൂട്ടിക്കഴിഞ്ഞാൽ 0 എന്നായിരിക്കും ആൻസർ വരിക. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ആൻസർ വരിക. 1 + 0 പറയുമ്പോഴും 1 ആയിരിക്കും ആൻസർ വരിക. അതേപോലെ 1 + 1 പറയുമ്പോൾ സമ്മ് എന്നുള്ളത് 0യും ക്യാരി എന്നുള്ളത് 1 ആയിട്ടും വരും. 1 എന്നുള്ളത് ക്യാരിയാണ് വരിക കേട്ടോ. അതേപോലെ 1 + 1 + 1 ഇതിങ്ങനെ നമ്മൾ ആക്ച്വലി നിയമത്തിൽ ഇല്ലെങ്കിലും നമ്മളത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതിയിരുന്നതാണ്. 1 + 1 + 1 എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരിക 1 ക്യാരി 1 എന്ന രീതിയിലാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു 1 1 1 1 + 1 0 1 0. ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് എക്സാമിന് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ 1 + 0, അപ്പോൾ അവിടെ നോക്കുക 1 + 0 1 ആണ്. ഓക്കെ. പിന്നെ 1 + 1 എന്ന് പറയുമ്പോൾ 1 + 1 പറയുമ്പോൾ 0 ആണ്, പിന്നെ ക്യാരി ഉണ്ട്. ആ ക്യാരി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് തരാം. അത് അവിടെ നോക്കിയാൽ 1 + 1 എന്നുള്ളത് സമ്മ് 0യും ക്യാരി 1 ആണ്. നമ്മൾ എടുത്തിട്ട് എഴുതി. അത് കഴിഞ്ഞാൽ വീണ്ടും അവനോട് എത്തി. അപ്പോൾ ഈ 1 ക്യാരിയോടെ 1 ഇറക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും 1 + 1 1 + 1 പറയുമ്പോൾ സമ്മ് എന്നുള്ളത് 0 ആയിട്ട് വന്നു. വീണ്ടും ഒരു ക്യാരി ഉണ്ട്, അത് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ അവനെ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കണ്ടീഷൻ വന്നു കണ്ടോ, 1 + 1 + 1 എന്നുള്ള കണ്ടീഷൻ വരും. അത് നമ്മളോട് അൺഒഫീഷ്യലി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത് വരുമ്പോൾ സമ്മ് 1 ആണ്, പിന്നെ എൻ്റെ ക്യാരി 1 ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു നിയമാവലി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്തിട്ടൊന്ന് ആൻസർ നോക്കി നോക്കുക. അതിനകത്ത് ഈ കണ്ടീഷന് വരെ വരുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ അടുത്തതായിട്ട് നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി പോണത്, ഇപ്പോൾ നമ്മൾ ബൈനറി അഡീഷനാണ് എന്ത് ചെയ്തത്, നമ്മൾ ചെയ്തത്. ഇനി ഇതേപോലെ അടുത്തത് വരുന്നതാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ. ബൈനറി സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു നിയമാവലികൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് 0 - 0 എന്നുള്ളത് 0 ആയിട്ട് വരും. 0 - 1 എന്ന് പറയുന്ന സമയത്ത് അവിടെ 1 റിസൾട്ടൻ്റ് ആയിട്ട് വരും. 1 എന്നുള്ളത് ബോറോ ആയിട്ട് വരും. 1 എന്നുള്ളത് ബോറോ ആയിട്ടും വരും. പിന്നെ 1 - 0 എന്ന് പറയുമ്പോൾ അത് 1 തന്നെയാണ്. 1 - 1 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. ഇതാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്തുള്ള നിയമാവലി വരിക. 0 - 0 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും ആൻസർ വരിക. 1 - 0 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും ആൻസർ വരിക. 0 - 1 എന്ന് പറയുമ്പോൾ
1 ആയിരിക്കും ആൻസർ വരിക, കൂടെ ബോറോ എന്നുള്ളത് കയറി വരും, 1 - 1 എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു നിയമാവലി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു ആൻസർ ഒന്ന് നോക്കിയാക്കാം. ഉദാഹരണം പറഞ്ഞാൽ 1101 മൈനസ് 1001 എന്നുള്ള ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 1 - 1 0, 0 - 0 0, 1 - 0 എന്നുള്ളത് 1 ആയിട്ട് വരും, 1 - 1 0. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരേണ്ടാവുക. അപ്പോൾ 0 1 0 0 എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. അപ്പോൾ ഈ മോഡലിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കി. ഇനി അതേപോലെ അടുത്ത ഒരു ടൈപ്പ് ഓപ്പറേഷനാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അടുത്താണ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. ബൈനറി മൾട്ടിപ്ലിക്കേഷനകത്തും നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു നിയമാവലി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് വരിക. 0/0 = 0, 0/1 = 0, 1/0 = 0, അതുമാതിരി 1 × 1 = 1. ഇതാണ് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ്റെ നിയമാവലി വരിക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1001 × 101. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, എക്സാമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ഇപ്പോൾ ഇതാണ്. അപ്പോൾ അതിൽ ആദ്യം ഈ 1 കൊണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ തന്നെ 1 × 1 ഇതൊക്കെ, പിന്നെ 0, 1 × 0 0, പിന്നെ ഇത് 1, പിന്നെ അടുത്ത 0 കൊണ്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ ഇപ്പുറത്തേക്ക് നീട്ടി വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, ഒക്കെ 0 ആയിട്ട് വരും. വീണ്ടും അടുത്ത 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 0 0 1, എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 1 കൊണ്ട് വന്നു, 0 + 0 0, 0 + 0 + 1 1, പിന്നെ 1 + 0 1, 0 0 1, ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ സാധാരണ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുക. പക്ഷേ ഇവിടെ 1 0 വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവുക. കാരണം ബൈനറി സിസ്റ്റത്തിനകത്ത് 2 അക്കങ്ങളാണുള്ളത്, ഒരു 0യും പിന്നെ ഒരു 1ഉം. ഈ 2 അക്കങ്ങൾ വെച്ചുകൊണ്ടാണ് ബൈനറി ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യൽ, നടത്തൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇത് ചെയ്ത് വരുന്ന സമയത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ മാത്രം അറിഞ്ഞാൽ പോരാ, ബൈനറി അഡീഷൻ കൂടി അറിഞ്ഞാലേ നമുക്ക് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതിന് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ വേണ്ടി പോണത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ബൈനറി ഡിവിഷനാണ്. ബൈനറിയുടെ ഡിവിഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ചില നിയമാവലികളുണ്ട്. അതായത് 0/0, അത് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് നോട്ട് അലൗഡാണ്. അങ്ങനെ കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുമാതിരി 0/1 = 0, 1/0 എന്ന് പറയുന്നതും ഇതേമാതിരി നോട്ട് അലൗഡ് കണ്ടീഷനാണ്. അത് നോട്ട് അലൗഡ് കണ്ടീഷനാണ്. പിന്നെ 1/1 എന്ന് പറയുമ്പോൾ 1. ഇതാണ് ബൈനറി ഡിവിഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമാവലികൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 0/0 എന്നുള്ള കണ്ടീഷനും നമുക്ക് എന്ത് ചെയ്യില്ല, പെർമിറ്റഡ് അല്ല. 1/0 എന്നുള്ള കണ്ടീഷനും നമുക്ക് പെർമിറ്റഡ് അല്ല. 0/1 എന്ന് പറയുമ്പോൾ 0യും 1/1 എന്ന് പറയുമ്പോൾ 1ഉം. ഇനി നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 1010 /10 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നിരിക്കുന്നത് വിചാരിക്കാം. അതായത് 1010നെ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് സാധാരണ ഇരിക്കുന്നത് പോലെ തന്നെ 1010 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എടുത്തു. 10 നമ്മളിവിടേക്ക് എടുത്ത് എഴുതി. അങ്ങനെ ഇവിടെ ഒരു ടൈം പോയി. അപ്പോൾ നമ്മൾ 10 ഇവിടെ കഴിഞ്ഞു, ഇവിടെ 0 വന്നു. ഈ 1 ഇറക്കിയിട്ടു, ഇത് വെച്ചിട്ട് നമുക്ക് പോയില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 0 മാർക്ക് ചെയ്തു. എന്നിട്ട് അടുത്ത അക്കം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇറക്കിയിട്ടു. അപ്പോൾ ഇവിടെ 1 വന്നു. അതിനകത്ത് ഇവിടെ ഒരു ടൈം പോകുമ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, 10 വരും.
അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ത് ചെയ്തു 0 ആയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 101 ആണ് ഇതിൻ്റെ റിസൾട്ട് വരിക. ഇതാണ് ബൈനറിയുടെ ഒരു ഡിവിഷൻ്റെ ഒരു ഇത് നമുക്ക് വരിക കേട്ടോ. ബൈനറിയുടെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക ആൻസർ വരിക. ഇത് ആൻസർ ആയിരിക്കും. പിന്നെ ഈ ഭാഗം 0 ആയി പോയതുകൊണ്ട് നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ബൈനറി സിസ്റ്റത്തിൻ്റെ അരിതമെറ്റിക് ഓപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ 1 മാർക്കിൻ്റെ അവിടെ ആയിരിക്കും വരിക, ചിലപ്പോൾ 3 മാർക്കിൻ്റെ അവിടെ ആയിരിക്കും വരിക. അപ്പോൾ വരുമ്പോൾ ബൈനറി അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരേണ്ടാവുക. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ അതിൻ്റെ ജസ്റ്റ് നിയമാവലികൾ പറഞ്ഞു. അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്തതിൻ്റെ ഓരോ എക്സാമ്പിളുകളും നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്പറുകളുടെ കൺവേർഷൻ സിസ്റ്റമാണ്. അതായത് നമ്മൾ ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, അങ്ങനെയുള്ള നമ്പറിൻ്റെ കൺവേർഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോണത് ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് മാറ്റണം. ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറിയിലേക്ക് മാറ്റലാണ്. ഡെസിമൽ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ബൈനറി നമ്പറിലേക്ക് മാറ്റണം. ഡെസിമൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന അക്കങ്ങൾ തന്നെയാണ്, 0 മുതൽ 9 വരെ. ബൈനറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1ഉം 0 ആണ് ബൈനറിക്കകത്ത് എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 46 എന്നുള്ള ഒരു അക്കത്തിനെ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ 46ൻ്റെ ബേസ് ഇപ്പോൾ 10 ആണ്. കാരണം ഏതാണ്, ഡെസിമൽ സിസ്റ്റമാണ്. അതിൻ്റെ ഏത് നമുക്ക് കണ്ടുപിടിക്കണം, ബൈനറി സിസ്റ്റത്തിലുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 46നെ നമ്മൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 23 തവണ പോവും. അപ്പോൾ അതിൻ്റെ ശിഷ്ടമായിട്ട് എന്ത് ചെയ്യും, 0 വരും. പിന്നെ 2 എന്നുള്ളത് ഏകദേശം 11 തവണ പോവും. അപ്പോൾ 22 വരുമ്പോൾ ബാക്കി ശിഷ്ടം 1 വരും. പിന്നെ ഇതിൽ 2 എന്നുള്ളത് 5 തവണ പോവും, ബാക്കി ശിഷ്ടം 1 വരും. ഇതിൽ 2 എന്നുള്ളത് 2 തവണ പോവും, ബാക്കി ഇഷ്ടം 1 വരും. 2ൽ 2 1 തവണ പോവും, നമുക്ക് 0 എന്നുള്ള സംഭവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡയറക്ഷനിൽ അത് നമ്മൾ മാർക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് റിസൾട്ട് എന്നുള്ളത് 1 0 1 1 1 0 എന്നായിരിക്കും. അതായത് 1 0 1 1 1 1 1 1 0 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും അത് ക്ലാസ്സിലിരുന്ന് ചെയ്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സാമിന് വരുമ്പോൾ ആണ് ഒരു സംശയം വരിക, ഇതെങ്ങനെയാണിത് ഈ ഒരു ഭാഗത്തുള്ള അക്കങ്ങൾ എടുത്തിട്ട് എഴുതുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് കുട്ടികൾക്ക് ഈ സംശയം വരിക. പിന്നെ ഒരു സംശയം വരെ ഈ 46 ഇവിടെ എങ്ങനെ 0 എഴുതി എന്നുള്ളതാണ്. ഇപ്പോൾ 46ൽ 2 23 തവണ പോയി കഴിഞ്ഞാൽ ഇതുണ്ട്, 46ൽ 2 23 തവണ പോയി കഴിഞ്ഞാൽ 46നെ വരിക. അപ്പോൾ ഇതെന്ത് ചെയ്തു, 0 വന്നു. ആ 0 നമ്മൾ എടുത്ത് തരുന്നത്. അതുപോലെ 23ൽ 2 11 തവണ പോവാം. അപ്പോൾ 23ന് 2 11 തവണ പോകുമ്പോൾ 22 ആൻസർ വരിക. അപ്പോൾ അതിൻ്റെ ശിഷ്ടം 1 ഇവിടെ ഉണ്ട്. ആ 1 ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളത്. അതേപോലെ 11ൽ 2 5 തവണയാണ് പോവുക. അപ്പോൾ 10 വരിക. ആ 10, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 1 എന്ത് ചെയ്തത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഇതിങ്ങനെ 1 3 1 എന്നൊക്കെ 1 0 1 0 ഒക്കെ എടുത്ത് എഴുതുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നതാണ് ഇവിടേക്ക് പകർത്തി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയതാണ്. എങ്കിലും മറന്നുപോയ ആൾക്കാരുണ്ടാവും. അതിനാണ് ഈ ഭാഗം ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തത് നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലൊരു അക്കത്തിന് നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇനി വേറൊരു ഇതും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഇട്ടിട്ടാണ് ഒരു സംഖ്യ നമുക്ക് വരുന്നത് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം, ഇത് ഡെസിമൽ സിസ്റ്റമാണ്, ഇതിനെ ബൈനറിയിലേക്ക് മാറ്റണം. അങ്ങനെ ഒരു പ്രോബ്ലം വന്ന് വിചാരിക്കാം. അപ്പോൾ 0.2നെ നമ്മൾ മാറ്റുന്ന സമയത്ത് ജസ്റ്റ് 0.2 × 2, അപ്പോൾ എന്താ വരിക 0.4. അപ്പോൾ ഈ 0 എന്ത് ചെയ്യുക, ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞാൽ ഈ 0.4 ഇങ്ങോട്ട് എടുക്കുക. 0.4 × 2 അപ്പോൾ 0.8 വരും. അപ്പോൾ ഇവിടുത്തെ 0 എടുത്ത് എന്ത് ചെയ്യുക, പുറത്തേക്ക് എഴുതാം. അത് കഴിഞ്ഞാൽ 0.8 × 2 അപ്പോൾ 1.6 വരും. അപ്പോൾ ഇവിടെയുള്ള 1നെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുത്ത് എഴുതാം. വീണ്ടും ഈ 0.6നെ
ഇങ്ങോട്ട് എടുത്തിട്ട് 0.6 ഇൻറ്റു 2 0.6 ഇൻറ്റു 2 അപ്പോൾ 1.2 വരും. അപ്പോഴും ഈ ഒന്നിനടുത്ത് പുറത്തേക്ക് എഴുതാം. അതിനൊരു 4 പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഡയറക്ഷനിൽ എടുത്തിട്ട് എഴുതുമ്പോൾ 0.0011 ആയിരിക്കും ഈ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി സിസ്റ്റത്തിലുള്ള നമ്പർ കേട്ടോ. ഈ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി സിസ്റ്റത്തിലുള്ള നമ്പർ ഇങ്ങനെയാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പോയിന്റിന് ഇപ്പുറത്തുള്ള ഭാഗം ജസ്റ്റ് ഇങ്ങനെ എടുത്ത് എഴുതുക. ഈ പോയിന്റ് ഇപ്പുറത്തുള്ള ഭാഗം കൊണ്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മിനിമം ഒരു 4 തവണയെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുക. ആ 4 തവണ ചെയ്ത് കിട്ടിയതിൻ്റെ ആൻസർ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റാം, ഈ പോയിന്റിന് ശേഷമുള്ള അക്കത്തിനെ. അപ്പോൾ ഇത് ഡെസിമൽ സിസ്റ്റമാണ്. ഇതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 25.75 എന്നുള്ളത് ഡെസിമൽ സിസ്റ്റമാണ്. ഇത് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഭാഗം നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഭാഗം കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 25-ൽ 2 12 തവണ പോയി, ബാക്കി 1 വരും. ഇതിൽ 2 6 തവണ പോയി, 0. ഇതിൽ 2 3 തവണ പോയി, ശേഷം 0 വരും. 3-ൽ 2 എന്നുള്ളത് 1 തവണ പോവും, ഇവിടെ 1 ബാക്കി വരും. ഈ ഡയറക്ഷൻ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ 1 1 1 1 0 0 1. അപ്പോൾ ഈ ഭാഗത്തുള്ള 25 നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 1 1 0 0 1. എന്നിട്ട് ആ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനകത്ത് കഴിഞ്ഞാൽ ഇനി 0.75 നമുക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 0.75 കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് 0.75 ഇൻറ്റു 2 അപ്പോൾ എത്ര വരിക, 1.5 വരിക. അപ്പോൾ 1 നമ്മൾ പുറത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ 0.5 ബാക്കിയുണ്ട്. അപ്പോൾ 0.5 ഇൻറ്റു 2 അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അങ്ങനെ ഇതാവുന്ന സമയത്ത് 1.0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ 0 ആണുള്ളത്, 0 ഇൻറ്റു 2 0. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരിക, ഈ ഡയറക്ഷനിൽ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ 1 1 0 എന്നെടുത്ത് എഴുതി, ബേസ് എന്നുള്ളത് 2 കൊടുത്തു. അപ്പോൾ ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു, ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ മോഡലും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എല്ലാ മോഡലും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് വരിക, ഈ ബൈനറി ഒരു ബൈനറി നമ്പർ തന്നു. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിന് നമുക്ക് ഡെസിമലിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഒരു ബൈനറി നമ്പർ തന്നാൽ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ 1101.11 ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് ബൈനറി സിസ്റ്റത്തിലുള്ള പ്രോബ്ലമാണ്. ഇത് നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് പല മെത്തേഡുകൾ കണ്ടിട്ടാവും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് 1 ഇൻറ്റു 2⁻0 ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത അക്കം പ്ലസ് 1 ഇൻറ്റു 2⁻1. ഓക്കെ, 1 അല്ല, ഇവിടെ 0 ആണ് വരിക. 0 ഇൻറ്റു 2⁻1. അത് കഴിഞ്ഞു പ്ലസ്, പിന്നെ ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ 1 ഇൻറ്റു 2⁻2. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പ്ലസ് 1 ഇൻറ്റു 2⁻3. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പ്ലസ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഈ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോൾ നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്. 1 ഇൻറ്റു 2⁻1 എന്നാണ് ഇവിടെ എഴുതുക. പിന്നെ അടുത്തൊരു അക്കം കൂടി ഉണ്ടെങ്കിൽ പ്ലസ് 1 ഇൻറ്റു 2⁻2 ഇങ്ങനെ നമ്മൾ എഴുതി. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഈ സാധനം നമ്മൾ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അതായത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്നുള്ളത് 13.75 ആയിരിക്കും. ബേസ് എന്നുള്ളത് 10. അപ്പോൾ അത് ചെയ്യുന്ന രീതി ഇനിയിപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 1 ഇൻറ്റു 2⁻0. 2⁻0 എന്ന് പറയുമ്പോൾ എന്താണ്, 1 ആണ് ആൻസർ വരാം. പ്ലസ്
0 ഇൻറ്റു 2⁻1 എന്ന് പറയുമ്പോൾ 0ൻ്റെ മൾട്ടിപ്ലൈ കൊണ്ട് എന്ത് സംഭവമാണെങ്കിലും 0 ആയിരിക്കും. പ്ലസ് 1 ഇൻറ്റു 2⁻2. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 4 ഇവിടെ നമ്മൾ എഴുതി. പ്ലസ് 1 ഇൻറ്റു 2⁻3. 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. ഓക്കെ. പ്ലസ് ഈ 1 ഇൻറ്റു 2⁻−1 എന്ന് പറയുമ്പോൾ 1/2 ആണ് എഴുതുക കേട്ടോ. അപ്പോൾ അത് എന്നുള്ളത് നമുക്ക് എത്ര ആൻസർ കിട്ടുക? 0.5 എന്ന് തന്നെ കിട്ടും. പ്ലസ് 1 ഇൻറ്റു 2⁻2 എന്ന് പറയുമ്പോൾ 1/2² വരും. 1/2² പറയുമ്പോൾ 1/4. അത് ഏകദേശം 0.25 ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് കൂട്ടി വരുമ്പോൾ 8 4 12 13 13.75 കണ്ടോ, നമ്മുടെ ആൻസർ കറക്റ്റായി. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ ചെയ്യാൻ പരിചയം കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് വിചാരിക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഫൈനൽ ആൻസറിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ആരും ദയവ് ചെയ്തിട്ട് ആ മാർക്കുകൾ കളയരുത്. ഇനി അടുത്തത് നമ്മൾ വേറൊരു ടൈപ്പ്, അടുത്തൊരു നമ്പർ കൺവേർഷൻ സിസ്റ്റം ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. അത് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഡെസിമലിനെ ഹെക്സാ ഡെസിമൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ നമ്പറിനെ നമ്മൾ ഹെക്സാ ഡെസിമൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ സാധാ ഡെസിമൽ സിസ്റ്റം ആണെങ്കിൽ 0 1 2 3 4 5 6 7 8 9 വരെ വരും. ഓക്കെ. ഇത് വരാനിപ്പോൾ ഡെസിമൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യൽ റെപ്രസെൻ്റ് ചെയ്യൽ. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സാധാ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 10 11 12 13 14 15 വരെ നമ്മൾ എഴുതി. അതിൽ 9 വരെയുള്ള അക്കങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. 9ന് ശേഷമുള്ളതിനെ ഇതിനെ എ എന്ന് മാർക്ക് ചെയ്യും, ഇതിനെ ബി എന്ന് മാർക്ക് ചെയ്യും, ഇതിനെ സി, ഇത് ഡി, ഇത് ഇ, ഇയാൾ എഫ്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ സിസ്റ്റം എന്നുള്ളത്. അതിൻ്റെ ബേസ് എന്നുള്ളത് 16 ആണ്. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൻ്റെ ബേസിക് എന്നുള്ളത് ഡെസിമൽ സിസ്റ്റത്തിൻ്റെ ബേസ് 10ഉം ഹെക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അപ്പോൾ 9ന് ശേഷമുള്ള അക്കങ്ങളെ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 214 ഇതൊരു ഡെസിമൽ സിസ്റ്റമാണ്. ഇതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റണം, ഹെക്സാ ഡെസിമലിലേക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 214നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 214നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് 13 തവണ പോകും. ഓക്കെ. 13 തവണ പോണ സമയത്ത് എത്ര ആൻസർ വരിക? ഇവിടെ ഏകദേശം 6 ആയിരിക്കും ആൻസർ വരിക. അതായത് 16 ഇൻറ്റു 13 നമ്മൾ ഒന്ന് കൊടുത്ത് നോക്കി വെക്കാം. 214 16 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 208 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ 8 6 16 ഇതിന്ന് 208 കുറച്ചാൽ 6 ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ഈ ഡയറക്ഷനിൽ ഇത് എടുത്ത് എഴുതുന്ന സമയത്ത് ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയതാണ് എങ്ങനെ ഇത് വന്നെന്നുള്ളത്. നമ്മൾ നേരത്തെ ബൈനറി സിസ്റ്റത്തിൽ ആ പ്രോബ്ലം ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതുന്ന സമയത്ത് ഈ 13 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? എടുത്ത് എഴുതാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ആ 13ന് പകരം നമ്മൾ ഡി എന്നുള്ളതാണ് എടുത്ത് എഴുതാം. 13ന് പകരം നമ്മൾ ഡി എന്നെടുത്ത് എഴുതും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഡി 6 ബേസ് 16 ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ആ ഡി എന്നുള്ളത് കണ്ടോ, 9ന് ശേഷം 10ന് എ, 11ന് ബി, 12 സി, 13 ഡി, 14 ഇ, 15 എഫ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ആ റെപ്രസെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 13 എന്നുള്ള ഒരക്കം വന്നു. അപ്പോൾ 13 നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല, പകരം ഈ ഡി എന്നുള്ള അക്കം എന്ത് ചെയ്തു? അങ്ങോട്ട് എടുത്തിട്ട് എഴുതി. ഓക്കെ. ഇനി ഇതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു നമ്പറാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വന്നത്. ഇനി ഇതിന് പകരം ഇപ്പോൾ ഒരു പോയിന്റിന് ശേഷമുള്ള അക്കമാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
0.35 എന്ത് ചെയ്യണം, ഇതിൻ്റെ ബേസ് 10 ആണ്, ഹെക്സാഡെസിമലിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 0.35 ഇൻറ്റു 16 നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 5.60 ആയിരിക്കും ആൻസർ വരിക. അതിൽ 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ 0.60 ആണ് ബാക്കിയുള്ളത്. ആ 60നെ നമ്മളുണ്ട് എടുത്തു, അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 9.60 വരിക. അത് നമ്മൾ എന്ത് ചെയ്തു, 9 പുറത്തേക്ക് എടുത്തു. വീണ്ടും 0.60 ആണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ളത്, ഇൻറ്റു 16. അപ്പോഴും 9.60 വരും. അപ്പോഴും ഈ 9 എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 3 അക്കെങ്കിലും ചെയ്താൽ മതി. കാരണം ഈ 0.60 ആവർത്തിച്ച് വരുന്നുണ്ട്, അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്ത് വരേണ്ടാവുക. അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് എഴുതുന്ന സമയത്ത് 0.599 അതിൻ്റെ ബേസ് 16. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹെക്സാഡെസിമലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമലിലേക്കും ഇതേമാതിരി കൺവേർട്ട് ചെയ്യാം. ഹെക്സാഡെസിമലിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡെസിമലിലേക്കും നമുക്ക് എന്ത് ചെയ്യാം. ഹെക്സാഡെസിമലിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം, ടു ഡെസിമൽ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹെക്സാഡെസിമലായിട്ട് നമ്പർ തന്നു, അതിന് നമുക്ക് ഡെസിമലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആ രീതിയിൽ നമുക്കൊരു പ്രോബ്ലം വരും. ആ രീതിയിൽ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 6A BC 0.2A ഇതാണ് ഇപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നമ്പർ വന്നിരിക്കുന്നത്. ഓക്കെ, 6ABC 0.2A ഇത് ഹെക്സാഡെസിമൽ നമ്പറാണ്. അത് നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഹെക്സാഡെസിമലിനെ നമുക്ക് ഡെസിമലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 ഓക്കെ 6 തന്നെയാണ് വരിക. എന്നുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്, 10. അപ്പോൾ ആ 10നെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്ത് എഴുതി. അത് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ B ആണ്. അപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് ആരാ വരിക, 11. 11നെ നമ്മൾ എടുത്ത് എഴുതി. അടുത്ത C ആണ്. സീൻ്റെ സ്ഥാനത്ത് എത്ര വരിക, 12. ആ 12നെ നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ട് എഴുതി. പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് എന്താ 2 ഉണ്ട്. ആ 2നെ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്തു. A എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുമ്പോൾ 10 ആണ്. ആ 10നെ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ താഴത്തേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഈ രീതിയിലേക്ക് ഒരു രൂപം നമുക്ക് മനസ്സിലായി. നമുക്ക് ഹെക്സാഡെസിമലിനെ ഏതിലേക്കാണ് മാറ്റേണ്ടത്, ഡെസിമലിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അതിന് ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തു തന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ വീണ്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കാം. അപ്പോൾ 12 ഇൻറ്റു 16/0. അത് കഴിഞ്ഞാൽ പ്ലസ് അടുത്ത് ഇവിടെ 11 ഇൻറ്റു 16/1 പ്ലസ് അടുത്ത് ഇവിടെ 10 ഇൻറ്റു 16/2 അടുത്ത് ഇവിടെ 6. അപ്പോൾ പ്ലസ് 6 ഇൻറ്റു 16/3. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് തന്നെ എടുത്തു കഴിഞ്ഞു. ഇനി പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പോയിന്റ് ആണ് കേട്ടോ, അതായത് ഈ പോയിന്റ് ഉണ്ടല്ലേ, ആ പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2 ഇൻറ്റു 16/-1 പ്ലസ് 10 ഇൻറ്റു 16/-2. ഇനി ഈ സംഭവങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുക. കാൽക്കുലേറ്ററിൽ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരിക ഇതായിരിക്കും. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക ബേസ് 10 കേട്ടോ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പഠിക്കണം, ഈ വാല്യൂസ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസറുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിലുള്ളൊരു നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റാം. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള നമ്പറിൻ്റെ കാര്യം കൂടി നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇനി മൊഡ്യൂൾ 3-ലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്പീഡായിട്ട് ഇങ്ങനെ ചെയ്തു പോവാണ്. അടുത്തത് വരുന്നൊരു പ്രോബ്ലമാണ്, ജസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്
3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരലുണ്ട്. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിക്കുക. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 എന്നുള്ളതൊരു ഡെസിമൽ സിസ്റ്റമാണ്. അതിൻ്റെ ബൈനറി നമ്പർ നമ്മൾ ആദ്യം കാണണം. അപ്പോൾ ബൈനറി കാണുമ്പോൾ 5 എന്ന് പറയുമ്പോൾ 2, 5ൽ 2 തവണ 4 1 പോവും, 2ൽ 1 തവണ 0. അപ്പോൾ 101 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ കേട്ടോ. അപ്പോൾ 5ൻ്റെ ബൈനറിയിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ഇങ്ങനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക. പക്ഷെ നമ്മൾ ഒരു 4 ഡേറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണൽ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് ഇതിൻ്റെ ബൈനറി നമ്പർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 1 0 1 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്കൊരു ഇതിനിപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടി. അപ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് ഇതാണ് വരിക. ഇനി ഇതിനെ വൺസ് കോംപ്ലിമെൻറ്റ് ആക്കുന്ന സമയത്ത് ഈ 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കും. 1ൻ്റെ സ്ഥാനത്ത് 0ൻ്റെ സ്ഥാനത്ത് 1, 1ൻ്റെ സ്ഥാനത്ത് 0, 0ൻ്റെ സ്ഥാനത്ത് 1. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇത് ഇനി ഈ 5 4 3 എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എഴുതി പോകുന്ന ഒരു ഇതുണ്ട്, ഒരു ബൈനറി സിസ്റ്റം ഉണ്ട് 9 വരെ എഴുതണത്. ആ സംഭവം വെച്ചിട്ടും നമുക്ക് ഓരോ അക്കം കിട്ടിക്കഴിഞ്ഞാൽ ബൈനറിൻ്റെ നമ്പർ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അപ്പോൾ അടുത്തൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 0 1 1 0 ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് ചോദിച്ചു വിചാരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നേരെ കയറിയിട്ട് എന്ത് ചെയ്താൽ മതി, 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക, 1നെ എന്ത് ചെയ്യുക 0 ആക്കുക, 0നെ 1 ആക്കുക, 1നെ അഗെയിൻ എന്ത് ചെയ്യുക 0 ആക്കുക. ഇതായിരിക്കും ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് വരിക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് വരിക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് വൺസ് കോംപ്ലിമെൻറ്റ് കഴിഞ്ഞു. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വരാം, ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വരും. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1 0 1 1 0 ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും, 1 എന്നുള്ളത് 0 ആവും, 0 എന്നുള്ളത് 1 ആയി, 1 എന്നുള്ളത് 0 ആയി. ഓക്കെ, 0 ഇവിടെ 1 ആയി, ഈ 1 എന്നുള്ളത് 0 ആയി, ഈ 1 എന്നുള്ളത് 0 ആയി, ഈ 0 എന്നുള്ളത് 1 ആയി, ഈ 1 എന്നുള്ളത് 0 ആയി. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ 1 + 1 0 ക്യാരി 1, ആ ക്യാരി ഇവിടെ ഇട്ടു. ഓക്കെ, 1 + 0 1. ഓക്കെ, 0 1 0 ഇതാണ് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആവുക. അതായത് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ ഒരക്കത്തിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആയിട്ട് മാറും. അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആയിട്ട് മാറുമ്പോൾ 1 + 1 0 ആയി, അതിൻ്റെ ക്യാരി 1 വന്നു. നമ്മൾ ബൈനറി അഡീഷനിൽ ആ റൂൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ 0 + 1 അതായത് ഈ ക്യാരി ഇവിടെ 1 ഉണ്ട്, അതിൻ്റെ കൂടെ 0 കൂട്ടിക്കഴിഞ്ഞാൽ 1, ഇവിടെ 0 1 0 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കാണൽ. ഇനി അടുത്തത് ഈ ഭാഗത്ത് നിന്ന് വേറൊരു 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരലുണ്ട്. ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ള സബ്സ്ട്രാക്ഷൻ. അതായത് ഒരു അക്കത്തിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ള സബ്സ്ട്രാക്ഷൻ നമുക്കൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ബോർഡ് എക്സാമിന് മുമ്പ് ഒരിക്കൽ വന്നൊരു പ്രോബ്ലമാണ് 1 1 1 1 മൈനസ് 1 0 1 0 എന്നുള്ളതാണ് നമുക്ക് മുമ്പ് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആൻസർ. ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടാണ് സബ്സ്ട്രാക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ സംഭവം ഉണ്ടല്ലോ, ഈ 1 0 1 0 അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 0 ആണ്, അപ്പോൾ ഇത് 1 ആവും. ഇത് 1 എന്നുള്ളത് 0 ആയി, ഇത് 0 എന്നുള്ളത് 1 ആയി, ഇത് 1 എന്നുള്ളത് 0 ആയി. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 1 + 1 0 ക്യാരി 1 വന്നു,
ആ കാര്യം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ 1 ആയി. ഇപ്പോൾ ഈ അക്കത്തിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആ 2's കോംപ്ലിമെൻ്റ് ആണ് എന്ത് 0 1 1 0. എന്നിട്ട് ഈ 2's കോംപ്ലിമെൻറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് 1 1 1 1ൻ്റെ കൂടെ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചത് എന്ത് ചെയ്യുക ആഡ് ചെയ്യാം. അപ്പോൾ 0 1 1 0 വരും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 + 0 ഇത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 1 വരും. 1 + 1 എന്ന് പറയുമ്പോൾ 0 ഇത് ഇവിടെ വന്നു. 1 1 1 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ 1 വരും. വീണ്ടും ഒരു കാര്യം ഇവിടെ 1 വരും. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 0 ഇവിടെ വരും, 1 ഇവിടെ വരും. ഈ 1 എന്നുള്ളത് ക്യാരിയാണ്. ആ ക്യാരീനെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക. ആ ക്യാരീനെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ഒരു ആൻസർ കിട്ടും 0 1 0 1. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക 0 1 0 1. ഓക്കെ, ഈ ക്യാരി വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കിയിട്ട് എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 1 0 എന്നായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് 2's കോംപ്ലിമെൻറ്റ് സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ. ഒന്നുകൂടി പറയാം, ഇങ്ങനെ ഒരു 2's കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് സബ്സ്ട്രാക്ഷൻ ചെയ്യാനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണാം. ആ 2's കോംപ്ലിമെൻറ്റ് കണ്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടും റിസൾട്ട് കിട്ടും. അതിൽ ക്യാരി വന്നാൽ ക്യാരിനെ ഒഴിവാക്കുക. ബാക്കിയുള്ളതായിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു മൊഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോണത്. അതായത് ക്യാം മാപ്പ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബോർഡ് എക്സാമിന് വന്ന 2 പ്രോബ്ലമാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോണത്. ക്യാം മാപ്പ്, കാർനോട്ട് മാപ്പ് എന്നാണ് അതിന് പറയാം. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്കിവിടെ ആകെ പ്രോബ്ലം ചെയ്യാനുള്ളൂ. ഓക്കെ, സം ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ആകെ ഇവിടെ അപ് ടു 3 വേരിയബിൾ. അതായത് ഒന്നുകൂടി ചുരുക്കി പറയാം, ബോർഡ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ അവിടെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ക്യാം ആപ്പ് വെച്ചിട്ടാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറയാം. അപ്പോൾ റിവിഷൻ 21 സിലബസ് പ്രകാരം സം ഓഫ് പ്രോഡക്റ്റ് വെച്ചിട്ട് അപ് ടു 3 വേരിയബിൾ വരെയുള്ള പ്രോബ്ലം മാത്രമേ നമുക്ക് ചോദിക്കലുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ് ടു 3 വേരിയബിൾ വരെയുള്ള പ്രോബ്ലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യലുള്ളൂ ചോദിക്കലുള്ളൂ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടാണ്. ഇപ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. വേണമെങ്കിൽ ഒരു പേരും കൊടുക്കാം. എ, ഈ ഇതിന് എ എന്ന് കൊടുക്കാം, ഇതിന് ബി എന്ന് കൊടുക്കാം, ഇതിന് സി എന്ന് കൊടുക്കാം. ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഇപ്പോൾ ഇവിടെ 0 കൊടുക്കാം. ഇത് 1 2 3 4 5 6 7. ഓക്കെ, ഇതെന്നുള്ളത് ക്യാം ആപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ ബൈനറി സിസ്റ്റം ഒന്ന് എടുത്ത് എഴുതി. ഇനി ബൈനറി സിസ്റ്റം എഴുതുമ്പോൾ ചിലവർക്ക് എന്ത് ചെയ്യും തെറ്റിലുണ്ടാവും. അപ്പോൾ അതിന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടിയല്ല, ഷോർട്ടാണ്. അപ്പോൾ ഇവിടെ 0 1 0 1 0 1 0 1, അതായത് 1 0 1 1 0 1 1 0 1 1 0 1 അങ്ങനെ ഉണ്ട് പോകും. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 0 2 1 2 0 2 1. ഓക്കെ, ഇവിടെ ആകുമ്പോൾ 4 0 4 1 ഈ രീതിയിൽ നമുക്ക് എടുത്ത് എഴുതാം. പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് അല്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 0 0 0 0 0 1 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് എടുത്ത് എഴുതണമെങ്കിൽ. അപ്പോൾ അതിനെ അടുത്ത് എഴുതാൻ നമ്മൾ പഠിക്കണം. ഇനിയിപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് തന്നെ മറന്നുപോയി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. 0 1 0 1, അതായത് 1 0 1 1 0 1 അങ്ങനെ, പിന്നെ 2 0 2 1 2 0 2 1 അങ്ങനെ, പിന്നെ 4 0 4 1 ആ രീതിയിൽ അങ്ങനെ. അപ്പോൾ ഈ ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്ത് എഴുതി. ഇവിടെ ഇപ്പോൾ എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ എ എന്നുള്ളത് 0 ആണെങ്കിൽ നമ്മൾ എ ബാർ എന്ന് എഴുതും. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. ഈ കേസിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ് 1 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എ എന്ന് എഴുതും. ഓക്കെ, അതുമാതിരി ഇപ്പോൾ ഒരു സി എന്ന് പറഞ്ഞ അക്കം, സി പറയുന്ന അക്കം ഇവിടെ 0 ആണെങ്കിൽ നമ്മൾ അതിനെ സി ബാർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സീൻ്റെ വാല്യൂ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്തായി? സീൻ്റെ വാല്യൂ ഇവിടെ നോക്കുമ്പോൾ 1 ആയി. അപ്പോൾ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എ ബാറും ബി ബാറും സി ഒക്കെ കാണുമ്പോൾ എന്താണത് അങ്ങനെ വരുന്നത് എന്നുള്ളത് ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ എക്ക് തുല്യമായിട്ട് 0 എന്നുള്ള വാല്യൂ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എ ബാർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് 1 ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബോർഡ് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്.
അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കെ മാപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട് എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി ബാർ സി ബാർ പ്ലസ് എ ബി ബാർ സി ബാർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു ബോർഡ് എക്സാമിന് വന്നതാണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് എ ബി ബാർ സി, എ ബാർ ബി സി, അതുപോലെ എ ബാർ ബി ബാർ സി, ഇങ്ങനെ ഈ സംഭവം ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോ സ്റ്റെപ്പിനും എന്തുണ്ട്, മാർക്കുണ്ട്. ഓരോ സ്റ്റെപ്പിനും എന്തുണ്ട്, മാർക്കുണ്ട്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് അറിയാവുന്ന രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എ എന്നാണ്, അപ്പോൾ 1, ബി ബാർ എന്ന് പറയുമ്പോൾ 0 ആണ്, സി എന്ന് പറയുമ്പോൾ 1. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, കൺവെർട്ട് ചെയ്ത് കിട്ടി. അടുത്തത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തിന് കൺവെർട്ട് ചെയ്യുമ്പോൾ എ ബാർ എന്ന് പറയുമ്പോൾ 0, ബി എന്ന് പറയുമ്പോൾ 1, സി എന്ന് പറയുമ്പോൾ 1. കാരണം ബാർ വന്നു കഴിഞ്ഞാൽ 0 എടുത്ത് എഴുതും. വെറും ബി എന്നാണ് എഴുതിയെന്നുണ്ടെങ്കിൽ 1 എടുത്ത് എഴുതും. ഓക്കെ, ബാർ വന്ന് 0 എടുത്ത് എഴുതണം. ഇപ്പോൾ ഇവിടെ എ ബാർ ആണ് നമ്മളുള്ളത്. അപ്പോൾ എ ബാർ എന്ന് വന്നുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് 0 എഴുതി, ബി ബാർ വന്നുകൊണ്ട് ബി ബാറിൻ്റെ ഭാഗത്ത് 0 എഴുതി, സി എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇവിടെ 1 എഴുതി. അപ്പോൾ അതിന് നമ്മൾ കൺവെർട്ട് ചെയ്തെടുത്തു. അടുത്തത് ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ അവിടെ 0 0 0 എന്നുള്ള ഭാഗം വന്നു. അടുത്തത് ഇതിനെ നമ്മൾ കൺവെർട്ട് ചെയ്തു. എ എന്ന് പറയുമ്പോൾ 1, ബി ബാർ പറയുമ്പോൾ 0, സി ബാർ പറയുമ്പോഴും 0. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടം എന്ത് ചെയ്തു, കഴിഞ്ഞു. ഇനി നമ്മളെ കെ മാപ്പ് എന്ത് ചെയ്യാണ്, വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം സോൾവ് ആവുന്ന ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കെ മാപ്പ് വരയ്ക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് വലുതാക്കി വരയ്ക്കുക. ഞാൻ എൻ്റേതായ മെത്തേഡിൽ കുറച്ച് കാര്യങ്ങൾ പറയും. ഇവിടെ നമ്മൾ എ എന്ന് എഴുതുക, ഇവിടെ ബി സി എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇവിടെ 0 0 0 1 1 0 ഇവിടെ എഴുതണം, 1 1 ഇവിടെ എഴുതണം. അത് എഴുതാൻ മറന്നു പോകരുത്. 0 0 0 1, അടുത്ത് 1 0 നമ്മൾ ഇവിടെ എഴുതുന്ന കാര്യം ഇപ്പുറത്ത് എഴുതണം. എന്നിട്ട് 1 1 എന്നുള്ളത് ഇപ്പുറത്ത് എഴുതുക. ഇവിടെ നമ്മൾ 0, ഇവിടെ 1. എക്ക് 2 വാല്യൂ ഉണ്ടാവുള്ളൂ, ഒരു 0യും 1ഉം. ഇവിടെ ഈ ബീൻ്റെ വാല്യൂ ആണ് ഈ കാണുന്നത്, ഈ സീൻ്റെ വാല്യൂ ആണ് ഈ കാണുന്നത്. അത് ഓരോ കോളത്തിൽ മാറി വരുന്നതാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ ഈ സൈഡിൽ എടുത്ത് എഴുതാം കേട്ടോ. ഇത് മെയിനായിട്ടല്ല, ഇങ്ങനെ സൈഡിൽ 0 0 0, അടുത്തത് ഇവിടെ 0 ഉണ്ട്, 0 1 ഉണ്ട്. അപ്പോൾ 0 0 1. ഓക്കെ, അടുത്തത് ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 1 ഉണ്ട്. അപ്പോൾ ആ 0 1 1 എടുത്ത് എഴുതി. അടുത്ത് ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 0 ഉണ്ട്. അപ്പോൾ ഇവിടെ 0 1 0. ഓക്കെ, നമ്മൾ എടുത്ത് എഴുതി. അടുത്തത് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 0 ഉണ്ട്. അപ്പോൾ 1 0 0, ഇവിടെ 1 ഉണ്ട്, 0 1 1 0 1, ഇവിടെ 1 ഉണ്ട്, 1 1 1, പിന്നെ ഇവിടെ 1, അപ്പോൾ 1 1 0. ഈ രീതിയിൽ ഈ കോൾ എടുത്ത് എഴുതുക. ഇത് ചെറുതാക്കി എഴുതണം കേട്ടോ. ഇത് നമ്മുടെ മെയിൻ ആൻസർ അല്ല. നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അത് നമ്മുടെ മെയിൻ ആൻസർ അല്ല, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ ഓരോന്നും നിലയ്ക്ക് എടുത്ത് എഴുതാം. 1 0 1, അപ്പോൾ അത് ഏത് കോളത്തിലെ വരാൻ നോക്കി നോക്കാം. 1 0 1 ഇത് അവിടെ കാണാണ്ട്, അതിൽ 1 എഴുതാം. ഓക്കെ, അടുത്ത ഏതാണ്, 0 1 1 0 1 1 ഇതാ ഇവിടെ ഉണ്ട്, 1 എഴുതി. അടുത്തത് 0 0 1 0 0 1 ഇതാ ഇവിടെ ഉണ്ട്, അവിടെ 1 എഴുതി. അടുത്തത് 0 0 0, അത് ഇതാ അവിടെ നമ്മൾ 1 എഴുതി. 1 0 0 ഇതാ 1 0 0 നമ്മൾ ഇതിലിങ്ങനെ എഴുതി. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു രൂപം കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രൂപം കിട്ടി. അപ്പോൾ ഈ സാധനം ഈ രീതിയിൽ ഇങ്ങനെ ഇതിനുള്ളിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ സുഖമാണ്. ഇതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാർക്ക് ചെയ്യാൻ സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഇത് ചെറുതാക്കി എഴുതണം എന്ന് പറഞ്ഞത്. നമുക്ക് എടുത്ത് എഴുതേണ്ട ആൾക്കാർ ഈ 1 എന്ന് എഴുതിയ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിനെ ഒരു ജോയിൻ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ 1 2 ഈ 4 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ 4 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കുക. അങ്ങനെ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു സ്ക്വാഡായിട്ട് വരും അല്ലേ.
ഒരു 4 എണ്ണം ഒരു കോർഡായിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് ആരൊക്കെ കിട്ടും? എ എന്നുള്ളത് 0യും 1 ആയിട്ട് പോകും. എ എന്നുള്ളത് 0യും 1 ആയിട്ട് പോകുമ്പോൾ തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസലായിട്ട് പോയി. അപ്പോൾ അതിന്ന് ആരെയും കിട്ടില്ല. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ബി ഇവിടെയും 0 ആണ്, ബി ഇവിടെയും 0 ആണ്. അതായത് ഇവിടെ ഈ ബി എന്നുള്ളത് ഇവിടെ 0 ആണ്, ഈ ബി എന്നുള്ളത് ഇവിടെ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് 0 എന്നായതുകൊണ്ട് ബി ബാറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ സീൻ്റെ വാല്യൂ ഇതിൽ 0 ആണ്, സീൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസലായി പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബി ബാർ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ബി ബാറിൻ്റെ വാല്യൂ ബി ബാർ തരാൻ കാരണം ബീനെ നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ ബി ബാർ എന്നുള്ള രീതിയിലെടുത്തു സോൾവ് ചെയ്തു. ഇനി ഒരാളിവിടെ ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള ആൾ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അയാളെ ഈ രീതിയിൽ നമ്മൾ ഒരു പെയറാക്കി വെക്കുക. ആ രീതിയിലൊന്ന് ജസ്റ്റ് ആ ഒരു പെയറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പെയറാക്കി വെച്ചു. ഒരു പെയറാക്കി വെക്കുന്ന സമയത്ത് അതിൽ എൻ്റെ വാല്യൂ 0 ആണ്, രണ്ടിലേക്കും ഒരേപോലെ വന്നു. അതായത് അങ്ങനെ വെക്കുന്ന സമയത്ത് എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു? എ ബാർ എന്ന് മാർക്ക് ചെയ്തു. ഈ ഭാഗം കഴിഞ്ഞു. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ബീൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ അത് കിട്ടൂല. അടുത്ത കേസിൽ സീൻ്റെ വാല്യൂ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. ഓക്കെ, സീൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ സീൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? സി കിട്ടി. ഇത് നമ്മൾ ക്ലബ് ചെയ്തിട്ട് നമ്മൾ എ ബാർ സി എന്ന് എഴുതും. എ ബാർ സി എന്ന് എഴുതും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അതെ, എ ബാർ സി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ വരിക ദറ്റ് ഈസ് ഈക്വൽ ടു ബി ബാർ പ്ലസ് എ ബാർ സി. ബി ബാർ പ്ലസ് എ ബാർ സി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 7 മാർക്കിൻ്റെ ആൻസറായി കേട്ടോ. അപ്പോൾ 7 മാർക്കിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ മാറില്ല. അത് കഴിഞ്ഞാൽ ഈ കെ മാപ്പ് വരയ്ക്കുക, അതിനകത്ത് ഈ കോളംസ് ഒക്കെ എടുത്തിട്ട് അത് ഈ അക്കങ്ങളൊക്കെ എടുത്തിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ മാക്സിമം ഇങ്ങനെ പെയറാക്കാനും കോഡാക്കാനൊക്കെ പഠിക്കാം. അതിനുശേഷം കിട്ടുന്ന ആൻസർ എടുത്തിട്ട് എഴുതാം. ഇനിയിപ്പോൾ വേറൊരു സംശയം വരും, നിങ്ങൾ ഇനി അത് എഴുതിയിട്ട് ഫൈനൽ ആൻസറിലേക്ക് പൂർണ്ണമായിട്ട് എത്തുന്നില്ല, പക്ഷേ നിങ്ങൾ ഇതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യലോ. അങ്ങനെ സോൾവ് ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് എന്ത് ചെയ്യരുത്? എന്നിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഇപ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്ത് ക്യാ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്തു. ഫുള്ള് കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, പക്ഷേ ഒരു പാർഷ്യലായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ നമുക്ക് മിനിമം ഒരു 4 മാർക്ക് കഴിഞ്ഞിടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതിനൊരു 3 മാർക്ക് കിട്ടിയല്ലോ വിചാരിക്കുക. അപ്പോൾ ഈ 3 മാർക്ക് റൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 4 മാർക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് തെറ്റി എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിടരുത്. പകരം എന്ത് ചെയ്യണം? അത് അറ്റൻഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് അവിടെ വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മാർക്ക് ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിന് ഓരോ സ്റ്റെപ്പിനൊക്കെ നമ്മൾ മാർക്ക് ഇടലുണ്ട് വാല്യുവേഷൻ ക്യാമ്പിൽ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ഫൈനൽ ആൻസറിലേക്ക് ചിലപ്പോൾ എത്തുമ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അറിയുന്ന അത്രയും ഭാഗമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് ഇടണം. ഇനി കെ മാപ്പിൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ഒരു മോഡൽ കൂടി ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ രീതിയിൽ ഇനി ഏത് വേരിയബിൾ വന്നു കഴിഞ്ഞാലും ഇതെടുത്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് ബോർഡ് എക്സാമിന് വന്ന തന്നെ അതുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ആ പ്രോബ്ലം വന്നിട്ടുള്ളത്. y ഈക്വൽ ടു സിഗ്മ എ ബി സി 1 3 6 7. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്തും നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ സംഭവം എന്ത് ചെയ്യുക? ഒന്നുകൂടി മാറ്റി എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 അല്ലേ ഉള്ളത്, അപ്പോൾ M1 എന്ന് കൊടുക്കുക. അടുത്തത് പ്ലസ് ഇവിടെ 3 അല്ലേ ഉള്ളത്, അപ്പോൾ M3 എന്ന് കൊടുക്കുക. ഇവിടെ 6 ആണുള്ളത്, അപ്പോൾ പ്ലസ് M6 കൊടുക്കുക. ഇവിടെ 7 ആണുള്ളത്, പ്ലസ് M7 കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ എഴുതി വയ്ക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് y ഈക്വൽ ടു M1 പ്ലസ് M3 പ്ലസ് M6 പ്ലസ് M7 ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക.
y is equal to m1 plus m2 m3 plus m6 plus m7 എന്നുള്ളത് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ രണ്ട് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, അതിനാണ് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഈ m1 എന്ന് വന്ന സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ ഇവിടെ 1-ന് നേരക്ക് ആരാ നോക്കി നോക്കുക. 1-ന് നേരക്ക് ആരൊക്കെയാണ് വരിക? ഇതാ ഇവിടെ അതിനാണ് ഈ സംഭവം നമ്മൾ ആദ്യം ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതി വെച്ചത്. അത് ഒന്നുകൂടി എടുത്ത് എഴുതാം. ഈ പ്രോബ്ലം ഈ രീതിയിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മൾ എഴുതിയത്, ഇത് വീണ്ടും ഒന്നുകൂടി നിങ്ങൾ എടുത്ത് എഴുതാം. വീണ്ടും എടുത്ത് എഴുതുന്ന സമയത്ത് ഇപ്പോൾ m1 അപ്പോൾ 1-ന് നേരെ 0 0 1 ഓക്കെ, പ്ലസ് അടുത്തത് m3 പറയുമ്പോൾ 3-ന് നേരെ 0 1 1 ഓക്കെ, പ്ലസ് അടുത്തത് m6 എന്ന് പറയുമ്പോൾ ഇവിടെ 6-ന് നേരെ 1 1 0 അത് കഴിഞ്ഞു, പ്ലസ് അടുത്തത് m7 എന്ന് പറയുമ്പോൾ 1 1 1 കഴിഞ്ഞു. അപ്പോൾ കണ്ടോ, ഏത് മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. y is equal to sigma ABC എന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യനെ വന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്താൽ അല്ലെങ്കിൽ y is equal to m1 m3 m6 m7 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോഴും ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ കെ മാപ്പ് വരയ്ക്കുക. ആ കെ മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലുതാക്കി വരയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എ ഉണ്ട്, ഇവിടെ നമ്മുടെ ബി സി ഉണ്ട്, ഇവിടെ 0 ഇവിടെ 1 ഇവിടെ 0 0 0 1 ഇവിടെ 1 0 ഇവിടെ 1 1 അത് നമ്മൾ എഴുതാൻ വിട്ടു പോരുത് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളത്തിനകത്തേക്ക് എടുത്ത് എഴുതാം. ഇവിടെ 0 0 0 ഇവിടെ 0 0 0 0 1 ഇവിടെ 0 1 1 ഇങ്ങനെ വരുമ്പോൾ 0 1 0 അത് കഴിഞ്ഞു. അടുത്തത് ഇവിടെ എടുത്ത് എഴുതുമ്പോൾ 1 0 0 പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 1 0 1 അടുത്തത് 1 1 1 അടുത്തത് 1 1 0 ഓക്കെ. ഇതിങ്ങനെ ഇത്തിരി എടുത്ത് ഇതുവരെ നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്താൽ തന്നെ ഏറെക്കുറെ ഇങ്ങനെ പേപ്പർ നോക്കുന്ന ആൾക്ക് അറിയാം ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് അറിയാം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇനി ഇവിടെയുള്ള വാല്യൂസ് ഇങ്ങനെ എടുത്ത് ചെയ്താൽ 0 0 1 ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വരാം, ഇവിടെ 1 ഇട്ടു. അടുത്തത് 0 1 1 ഓക്കെ, അത് ഇവിടെയാണ് വരുന്നത്, അത് ഇവിടെ കിട്ടും. അപ്പോൾ കണ്ട, ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് എഴുതണം. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആൻസർ വരുന്നത്, അത് വലുതാക്കിയിട്ട് എഴുതണം കേട്ടോ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ആൻസർ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്, പ്രത്യേകം ആലോചിക്കണം. അപ്പോൾ ഇത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വരരുത്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ചുരുക്കി എഴുതുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 1 1 0 എന്താ 1 1 0 അതിവിടെ നമ്മളൊന്ന് എഴുതി. അടുത്തത് 1 1 1 അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി. ഓക്കെ, 1 1 0 എന്നുള്ളത് നമ്മൾ ഇതിൽ എഴുതി. അടുത്തത് 1 1 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്കും പരത്തി എഴുതി. ഇപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടം കഴിഞ്ഞു. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ആക്കണം. അപ്പോൾ ഒന്നിച്ചിട്ട് 4 കള്ളി കിട്ടാൻ പാകത്തിനില്ല, കാരണം 2 ആൾക്കാർ ഇവിടെയും 2 ആൾക്കാർ ഇവിടെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തത് ഈ 2 ടീച്ചറിനെ നമുക്ക് ജോഡിയാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 നമ്മൾ ഇതാക്കി, ഈ 2 നമ്മൾ എന്ത് ചെയ്തു, ജോഡിയാക്കി വെച്ചു. അതിൽ ആദ്യത്തെ പെയറിൽ എ എന്നുള്ളത് 0 ആണ് അല്ലേ, എ എന്നുള്ളത് 0 ആണ്. അപ്പോൾ നമുക്ക് എ ബാർ എന്ന് എഴുതാം. പിന്നെ ഇവിടേക്ക് എടുത്ത് എഴുതുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ബി ഇവിടെ 0 ആണ്, ബി ഇവിടെ 1 ആണ്, അപ്പോൾ ബി കിട്ടിയില്ല. അടുത്തത് സി, ഇവിടെ ബി ഇവിടെ 0 ആയിട്ടും പോയി 1 ആയിട്ടും പോയി, അവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. അടുത്തത് സി ഇവിടെ ബാക്കിയുണ്ട്, സി ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, സി എന്നുള്ളത് 1 ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സി എന്നുള്ളത് എടുക്കാം. രണ്ടും കൂടി ക്ലബ് ചെയ്ത് വരുമ്പോൾ എ ബാർ സി ഇവരെ നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞു. എ ബാർ സി എന്നുള്ളത് ക്ലബ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത പെയർ എടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത പെയറിനകത്ത് എൻ്റെ വാല്യൂ 1 ആണ്, എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ബി എന്നുള്ളത് ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ ബി എന്നുള്ളത് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബി എന്ന് എടുത്തു. പിന്നെ സി എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്, ഇതിൽ വരുമ്പോൾ അത് 0 ആണ്, അപ്പോൾ സി നമുക്ക് കിട്ടില്ല. ഇത് നമ്മൾ ക്ലബ് ചെയ്ത് വരുമ്പോൾ എ ബി എന്ന് കിട്ടി. ഓക്കെ, എ ബി എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ ഈ വന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എടുത്ത് എഴുതാൻ നേരത്തെ
ഇതിൻ്റെ ആൻസർ സീക്വൽ ടു എ ബാർ സി പ്ലസ് എ ബി. എ ബാർ സി പ്ലസ് എ ബി. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 7 മാർക്കിൻ്റെ ആൻസറായി. അപ്പോൾ ഇത് പെയറാക്കുന്നത് വരെയൊക്കെ നിങ്ങൾക്ക് എത്തും. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ ഇതെന്താ 1 0 എന്നൊക്കെ വേണ്ടി കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനെ കൺഫ്യൂഷൻ വന്നിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. അറിയുന്നത് എത്രയാണോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ 2 മോഡൽ പ്രോബ്ലം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഈ 2 മോഡൽ പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യും, ബോർഡ് എക്സാമിന് ക്ലിയർ ആയിട്ട് വരുന്നതാണ്. 7 മാർക്കിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. എല്ലാ കുട്ടികളും ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക. ആരും ഇത് വിട്ടുപോകരുത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ 3ാമത്തെ മൊഡ്യൂൾ ഏകദേശം നമ്മൾ നിർത്തുകയാണ്. 3ാമത്തെ മൊഡ്യൂൾ ഇപ്പോൾ നമ്മൾ ഏറെക്കുറെയൊക്കെ നമ്മൾ അതിനകത്ത് ബോർഡ് എക്സാമിൻ്റെ അകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്.